നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണത്തോടനുബന്ധിച്ച് ഡാന ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം മുനിസിപ്പൽ ടൗൺ ഹാളിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന സ്വീകരണ സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ മോളി ബാബു, ഗീത മനോജ്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത്, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. ഇത്തരത്തിലുള്ളൊരു വിജയം നമുക്ക് സമ്മാനിക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിലേക്കുള്ള ഒരു പ്രയാണം കൂടിയാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായി തീർന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് വിജയം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുനിസിപ്പൽ കൗൺസിൽ ലഭിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ള പഞ്ചായത്തുകളിലേക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഇന്ന് ആ സാഹചര്യത്തിന് മാറ്റം വന്നിരിക്കുകയാണ്. ആ മാറ്റം വന്നത് ഇവിടെ ശ്രീ സോമൻ ചിറ്റേത്ത് സൂചിപ്പിച്ചതുപോലെ ഏതൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ആരംഭം കുറിക്കുന്നത് അതിൻ്റെ മുന്നൊരുക്കം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ മെയ് മാസം തൊട്ടാണ് ഇതിനുള്ളൊരു മുന്നൊരുക്കം ആരംഭിച്ചത്. ആ മുന്നൊരുക്കത്തിലൂടെ എല്ലാവരെയും ഒന്നാക്കി എടുക്കാൻ സാധിക്കുകയും അത്തരത്തിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ സാധിച്ചപ്പോഴാണ് നമുക്ക് ഈ വിജയം കൈവന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ മാത്രമല്ല, കൈ ചിഹ്നത്തിൻ്റെ, അതുകൊണ്ട് മാത്രമല്ല സ്ഥാനാർത്ഥികളുടെ മികവിലൂടെ, അതുകൊണ്ട് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും യാതൊന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോ മറ്റോ ഒന്നും ഒരു ലാഭേച്ഛ കൂടാതെ എൻ്റെ നെഞ്ചിലേറ്റിയ വികാരമാണ് മൂവർണ്ണ പതാക എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വിജയം സമ്മാനിക്കാനായത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിലെ വൃദ്ധി സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ്, നാഷണൽ സെന്റർ ഫോർ ട്രാൻസിബിൾ ആൻഡ് ഇന്റർജിബിൾ കൾച്ചറൽ ഹെറിറ്റേജിന്റെ സഹകരണത്തോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. ജനുവരി 5, 6, 7 തീയതികളിൽ സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാർ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ സെക്രട്ടറി പ്രൊഫസർ മനീഷ് R. ജോഷി ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലെസി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെമിനാറിന്റെ വിവിധ സെഷനുകളിൽ ആയുർവേദത്തിന്റെ അഷ്ടവൈദ്യ പാരമ്പര്യം, ഇന്ത്യൻ പൈതൃകത്തിന്റെ ഡിജിറ്റൽ സംരക്ഷണം, കേരളത്തിലെ ജനകീയ ഔഷധ രീതികൾ, ഗ്രഹനിലകളിലെ അടിസ്ഥാനമാക്കി കാലാവസ്ഥാ പ്രവചനം, സംസ്കൃത ഗ്രന്ഥങ്ങളിലെ ശാസ്ത്രീയ വിജ്ഞാനം, കേരളത്തിന്റെ പരമ്പരാഗത ലോഹവിദ്യ, മധ്യകാല കേരളത്തിലെ വ്യാപാരവും വാണിജ്യവും, വേദങ്ങളിലെ ശാസ്ത്രദർശനം, പരിസ്ഥിതി സംരക്ഷണത്തിൽ തദ്ദേശീയ വിജ്ഞാനത്തിന്റെ പങ്ക്, ജനകീയ കഥകളിലെ മറഞ്ഞുകിടക്കുന്ന ശാസ്ത്രതത്വങ്ങൾ, ഇന്ത്യൻ ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും, ആർക്കിയോമെറ്റലർജി, ഇന്ത്യൻ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ വിദഗ്ധർ അവതരിപ്പിക്കും. വൈദ്യരത്നം ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ E.T. യദു നാരായണൻ, ഹൈദരാബാദ് IITയിലെ പ്രൊഫസർ ദീപക് J. മാത്യു തുടങ്ങിയ പ്രമുഖർ സെമിനാറിൽ പങ്കെടുക്കും. സെമിനാർ കോർഡിനേറ്റർ ഡോക്ടർ ഡോവി S. സുജിത,
ജോയിന്റ് കോർഡിനേറ്റർ ക്യാപ്റ്റൻ ലിറ്റി ചാക്കോ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. വിജ്ഞാന പരമ്പരയുടെ ഭാഗമായിട്ടുള്ള അത് ഹയർ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം. ആ ഒരു രംഗത്ത് പുതിയ സെമിനാറുകൾ അധികം ആരും സംഘടിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിലെ ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് എടുത്തുകൊണ്ട് നമ്മൾ ഒരു നാഷണൽ സെമിനാർ 3 ദിവസത്തെ ജനുവരി 5, 6, 7 തീയതികളിലായിട്ട് സെൻറ്റ് ജോസഫ് കലാലയത്തിൽ നടത്തപ്പെടുകയാണ്. പാഠ്യരംഗത്ത് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള തനതായ സംഭാവനകൾ നൽകുന്ന പലതരം മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെമിനാറാണ് ഇത് നടത്തപ്പെടുന്നത്. ഞങ്ങളുടെ ഈ ദേശീയ സെമിനാറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കടന്നു വരുന്നത് UGCയുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിലെ വലിയ UGCയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രൊഫസർ മനീഷ് ജോഷിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കടന്നു വരുന്നത്. മെഡിസെപ്പിന്റെ പ്രീമിയം വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രിയ ഹാളിൽ നടന്ന സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ കമലം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന കൗൺസിൽ അംഗം M മുർഷിദ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹക്ക്, സെക്രട്ടറി VK മണി, ജില്ലാ കമ്മിറ്റി അംഗം AC സുരേഷ്, K വേണുഗോപാൽ, AN വാസുദേവൻ, KP മുരളീധരൻ, ED ജോസ്, M വിജയലക്ഷ്മി, ശൈലജ ബീഗം എന്നിവർ പ്രസംഗിച്ചു. ഹോസ്പിറ്റലുകളൊക്കെ പോകുമ്പോൾ മെഡിസിപ്പ് എടുത്തവരെ കാണുമ്പോൾ അവർ തമ്മിൽ പറയാണ് എടാ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറയാണ് നമുക്ക് ഈ മെഡിസിൻ കൊണ്ട് ഒരു കാര്യം തോന്നുന്നില്ല, ചില കാര്യങ്ങൾക്ക് മാത്രമാണ് ആനുകൂല്യം കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് പ്രൈവറ്റിലുള്ള സ്റ്റാഫ് ഹെൽത്തോ അതുപോലെ എന്തെങ്കിലും എടുത്താലാണ് നമുക്ക് ഗുണമാവുള്ളൂ എന്ന് പറയുകയുണ്ടായി. എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ടീച്ചർ പ്രതിപാദിച്ചപ്പോഴാണ് അത് ശരിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത സമരത്തിലൂടെ തന്നെ നമുക്ക് എന്തും നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമരം ചെയ്യുക, അത് വിജയിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ കുടിശ്ശികയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ അറിയാം. കടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒന്നും നേരെയാവുന്നില്ല, നടക്കാൻ സാധിക്കുന്നില്ല. എവിടെ പൈസ ഇല്ല എന്നുള്ളൊരു ഇതാണ്. പക്ഷേ പൈസ എടുക്കുന്ന പൈസ എവിടെ പോകുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയുന്നില്ല. നിങ്ങൾ ഈ ജോലി ചെയ്ത് ഇത്രയും പെൻഷൻ ഇങ്ങനെയായിട്ട് നിങ്ങളുടെ കുടിശ്ശിക നിർത്താന്ന് പറഞ്ഞാൽ ഈ മേഖല തന്നെയല്ല, എല്ലാ മേഖലയിലും ഉണ്ട് കുടിശ്ശിക. അപ്പോൾ അത് ശക്തമായ പോരാട്ടത്തിൽ കൂടെ തന്നെ നമുക്കതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽപ്പെട്ട മാള, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട ഉപജില്ലകളിലെ പ്രതിഭകളുടെ മത്സരാവേശം ഉയർത്തുവാനുള്ള മോട്ടിവേഷൻ ക്ലാസ് ഇരിഞ്ഞാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂൾ ഹാളിൽ കൂടിയാട്ട കലാകാരൻ ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T ശൈല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുരേഷ് K, പ്രിൻസിപ്പൽ ഫോറം കൺവീനർ ഡോക്ടർ AV രാജേഷ്, ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ TK ലത, AC സുരേഷ്, മെജോ പോൾ എന്നിവർ പ്രസംഗിച്ചു. മോട്ടിവേഷൻ ക്ലാസ്സിന് TP സതീഷ് നേതൃത്വം നൽകി. ഇന്ത്യയിലായാലും വിദേശത്തായാലും പരിപാടികൾക്കായിട്ട് പലതവണ പോയിട്ടുള്ളതാണ്. പ്രധാനമായിട്ട് ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു കലാമേള പോലെ ഇതുപോലെ ഇത്രയും വിപുലമായ രീതിയിലൊരു കലാമേള വേറെ എവിടെയും നടക്കുന്നില്ല. ഇത്രയും കുട്ടികളെയും അധ്യാപകരെയും വലിയൊരു സാമൂഹികമായിട്ടുള്ളൊരു ഉത്സവമാണ് ഈ കലാമേള. കുട്ടികളുടെ നമ്മുടെ കലാപരമായ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിലൂടെ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ മികവ് കൂട്ടുക എന്നുള്ള വിപുലമായ എത്രയോ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ലക്ഷ്യമാണല്ലോ ഈ ഒരു കലാമേളയുടെ ഈ പ്രചരണത്തിനും നടത്തിപ്പിക്കുന്ന കാരണം. വളരെ ഫലവത്തായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഞാനും ഇതിൽ കൂടെ തന്നെയാണ് പഠിച്ച് വളർന്നു വന്നത്. ഞാനിവിടെ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. നിങ്ങളെ പോലെ തന്നെ 35 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു അന്ന് സംസ്ഥാന കലോത്സവം ഉണ്ടായിരുന്നത്. അന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് തന്നെയാണ് സ്വർണ്ണക്കപ്പ് കിട്ടിയത്. അന്ന് 114 പവന്റെ സ്വർണ്ണക്കപ്പ് എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചതും എൻ്റെ ഇരിഞ്ഞാലക്കുട കിഴക്കുമുറി NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്നൻ ജയന്തി ആഘോഷവും തിരുവാതിര ആഘോഷവും സംഘടിപ്പിച്ചു.
കരയോഗം പ്രസിഡന്റ് ബാസി കാരപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വനിതാ സമാജം ഭാരവാഹികളായ ഗിരിജ മുകുന്ദൻ, ഇന്ദിര ബാസി, പ്രേമ പാറയിൽ, ജ്യോതി ജയൻ, കരയോഗം ഭാരവാഹികളായ ഭരതൻ പൊന്തേക്കണ്ടത്ത്, ബൈജു അമ്പാട്ട്, മനോജ് പാറയിൽ, മൂത്തേടത്ത് വിശ്വനാഥൻ, പേടിക്കാട്ടിൽ രതി, അരുൺ ഗാന്ധിഗ്രാം എന്നിവർ നേതൃത്വം നൽകി. ആചാരനെ പറ്റിയിട്ട് ഒരു അധപതനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ നായ സമുദായത്തെ ഇന്ന് ഈ നിലയിലാക്കിയതും നമ്മൾ അഭിമാനത്തോടുകൂടി നമ്മളുടെ നായ സമുദായം ഇന്നിവിടെ നിലനിൽക്കുന്നതും ഇത്രയ്ക്കും നമ്മളെ ഇതുപോലെ ഉയർത്തിക്കൊണ്ടുവന്ന ആ ആചാര്യന്റെ ജന്മദിനം 149ാമത്തെ ജന്മദിനം നമ്മൾ കേൾക്കുന്ന NSS കരയോഗം വളരെ ഗംഭീരമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. നമ്മളതിന് ഏറ്റവും കൂടുതൽ കാലത്ത് നമ്മൾ പതാക ഉയർത്തി അതോടുകൂടി വൈകുന്നേരം നമ്മൾ ചിരാതൊക്കെ കത്തിച്ച് 149 ചിരാത് കത്തിച്ചുകൊണ്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് അത് ആഘോഷിക്കുകയാണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.